ദുരന്തത്തിൽ കാണാതായവർക്കായി ചാലിയാറിലെ മണൽത്തിട്ടകൾ കേന്ദ്രീകരിച്ച് വിശദമായ തെരച്ചിൽ നടത്തുമെന്ന് മന്ത്രി കെ രാജൻ. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർ അനുമതിയില്ലാതെ തെരച്ചിലിന് പോകരുതെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറത്ത് ചേർന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ രാജൻ. തിരച്ചിലിന്റെ ഒരു ഘട്ടം മാത്രമാണ് അവസാനിക്കുന്നത്. ചാലിയാറിന്റെ തീരങ്ങളിൽ മണൽ വന്നടിഞ്ഞ സ്ഥലങ്ങളിൽ പരിശോധന തുടരുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമായിട്ടും ഇപ്പോൾ ഡൗൺ സ്ട്രീമിന്റെ 4 പോർഷനുകളാണ്, പ്രത്യേക 4 ഭാഗങ്ങളാക്കിയാണ് തെരച്ചിൽ നടത്തുന്നത്. മുണ്ടേരി മുതൽ പരപ്പമ്പാറ വരെ, പനങ്കയം മുതൽ പൂക്കോട്ടുമണ്ണ വരെ, പൂക്കോട്ടുമണ്ണയിൽ നിന്ന് ചാലിയാർ മുക്ക് വരെ, ഇരുട്ടുകുത്തിയിൽ നിന്ന് കുമ്പളപ്പാറ വരെ, ഇങ്ങനെ 4 പോർഷനുകളിലായിട്ടാണ് പ്രത്യേകമായിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഉള്ളത്. ദുഷ്കരമായ സാഹചര്യങ്ങളിലേക്ക് സന്നദ്ധ പ്രവർത്തകർ സ്വയം തിരച്ചിലിന് പോകരുത്. അധികൃതരിൽ നിന്ന് അനുമതി വാങ്ങണം. തിരച്ചിലിന് സന്നദ്ധ പ്രവർത്തകരുടെ സഹകരണമേറെ വിലപ്പെട്ടതാണെന്നും അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനാണ് നിയന്ത്രണമെന്നും മന്ത്രി പറഞ്ഞു. അപകടകരമായ സ്ഥലങ്ങളിലേക്ക് അറിയിക്കാതെ പോകുന്ന ഒരിടപെടലും സന്നദ്ധ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നൊരു അഭ്യർത്ഥന വയ്ക്കുകയാണ്. പല ഘട്ടങ്ങളിലും ആളുകൾ അകത്തു പോകുന്നു, രാത്രി അവിടെ പെടുന്നു, തിരിച്ചു വരാനുള്ള വഴിയറിയാതാകുന്നു. ചിലപ്പോൾ അവരുടെ ചിന്തയോ ആശയങ്ങളോ ശരിയായിരിക്കാം. അങ്ങനെ വന്നാൽ നിർബന്ധമായിട്ടും ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചാൽ ഏതെങ്കിലും ഒരു ടീമിനെ അവരോടൊപ്പം വിട്ട് അവരുടെ കൂടി സാന്നിധ്യത്തിൽ എവിടെയാണോ നോക്കേണ്ടത് അവിടെയെല്ലാം തരാം. തെരച്ചിലിനെത്തുന്ന സംഘങ്ങളിൽ ചിലർ നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പോലീസും റിപ്പോർട്ട് നൽകിയിരുന്നു. വനമേഖലയിലെ തിരച്ചിലിനാണ് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. കൈരളി ന്യൂസ്, മലപ്പുറം.